ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടൊരു ഡയറിയോ ബുക്കോ സെറ്റാക്കി എടുക്കാം. അതിന് വേണ്ടി ഇതുപോലെ ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലൊരു പോർഷനത്ത് മാത്രം നമ്മളൊന്ന് റിമൂവ് ചെയ്യാണ്. ഇതുപോലെ ഫോൾഡായി നിൽക്കും. ഇതിൻ്റെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൽ നമ്മൾ കട്ട് ചെയ്ത കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ഫെവിക്കോളോ ഗ്ലൂ ഗണ്ണോ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ 4 സൈഡും ക്ലോത്ത് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്റർ പോർഷനിലും നമ്മൾ ഇതുപോലെ കുഞ്ഞു പീസ് ക്ലോത്ത് വെച്ചിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ സിമ്പിളായിട്ടുള്ള ബുക്കിൻ്റെ കവർ റെഡിയായി. നമുക്ക് ബാക്കി നോക്കിയാലോ. ഇനി പേജസ് വേണ്ടേ, അതിന് വേണ്ടി കുറച്ച് പേജസ് പഴയ നോട്ട്ബുക്സിൽ നിന്നോ കുറച്ച് പേജസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പേപ്പർ വെച്ച് ഫെവിക്കോൾ അപ്ലൈ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പേജസ് എല്ലാം ഇതുപോലെ ഒന്ന് സെറ്റായി നിൽക്കും. ഇനി നമുക്കിതൊന്ന് അതിലേക്ക് ഇൻസേർട്ട് ചെയ്താലോ. നമ്മുടെ ബുക്ക് കവറിലേക്ക് ഇതുപോലെ ഫെവിക്കോൾ വെച്ചിട്ട് ഈ പേജ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ക്ലോസ് ചെയ്തിട്ട് ടൈറ്റായിട്ട് മുകളിൽ വെയിറ്റ് വെക്കുകയോ ഡ്രൈ ആവാൻ കുറച്ച് സമയം സെറ്റാക്കണം. നമ്മൾ സിമ്പിളായിട്ടുള്ള ഡയറിയോ ബുക്കോ ഇവിടെ സെറ്റായി. ഇനി നമുക്കൊരു ബുക്ക് മാർക്ക് വെച്ചാലോ. അതിനുവേണ്ടി ത്രെഡോ റിബണോ നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഇതുപോലെ ഒന്ന് വെച്ച് ബാക്കിലൊന്ന് ടേപ്പ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. എങ്ങനെയുണ്ട്? സിമ്പിളായിട്ടുള്ള ഡയറിയോടെ റെഡി ആയില്ലേ. നമുക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് സ്റ്റിക്കേഴ്സ് കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ 2 സ്റ്റിക്കർ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് സംഭവം വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. എങ്ങനെയുണ്ട്? നമ്മൾ സിമ്പിളായിട്ടുള്ള ഡയറി നമ്മുടെ സെറ്റായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പഴയ നോട്ട്ബുക്സിൻ്റെ പേജൊക്കെ നമ്മൾ യൂസ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുതേ. താങ്ക്